കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്തയാളെ എംഎൽഎ കെ.യു. ജനീഷ് കുമാർ ബലമായി മോചിപ്പിച്ചെന്ന ആരോപണം. പാടം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറാണ് കെ.യു. ജനീഷ് കുമാർ എംഎൽഎ മോചിപ്പിച്ചത്. റേഞ്ച് ഓഫീസർ അടക്കം ഉദ്യോഗസ്ഥരോട് മോശമായി സംസാരിച്ചു എന്ന ആക്ഷേപവും ഉയർന്നു. ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്നും കാര്യങ്ങൾ പരിശോധിച്ച് പ്രതികരിക്കാമെന്നും എംഎൽഎ ജനീഷ് കുമാർ പ്രതികരിച്ചു. മനുഷ്യനെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആന കയറി താന്തേലാടിയെ കാണിക്കാൻ തുടങ്ങിയേക്കുന്നു. പോലീസാണ് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ, അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആന വന്നിറങ്ങുന്നത്. എന്നിട്ട് പാവങ്ങളെ എല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾക്ക് യഥേഷ്ടം പ്രതിയാക്കുക. എന്ത് ഞാനെന്തിയെ നിങ്ങൾ കസ്റ്റഡി താണെന്തിയെ? നിനക്കെന്താ റോള്? നമ്മുടെ ഇന്നലെ ഒരു സംശയിക്കുന്ന ആളെ പിടിച്ച് എംഎൽഎ ഇവരെല്ലാം കൂടെ അവിടുന്ന് മോചിപ്പിച്ചോണ്ട് പോയി എന്നിങ്ങനെ പറയുന്നു. അത് കറക്റ്റ് ആണോ? ഒരാളെ സംശയിക്കുന്ന ആളെ ഇങ്ങനെ അതെ, അങ്ങനെ റിപ്പോർട്ട് വന്നായിരുന്നു. എക്സാക്ട്ലി എങ്ങനെ ഉണ്ട് അത് ഞാൻ റിപ്പോർട്ട് ചോദിച്ചു റേഞ്ച് ഓഫീസറിനെ. അത് പക്ഷെ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. റേഞ്ച് ഓഫീസറിനെ വിളിച്ചിട്ട് പിന്നെ ഡീറ്റെയിൽസ് കിട്ടും. ഇന്നലെ വൈകുന്നേരമാണ് ഒരു എന്തോ മഹസർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. എംഎൽഎയും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ മോശമായിട്ടൊക്കെ രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു, റേഞ്ച് ഓഫീസറെയും ഡെപ്യൂട്ടിയെയും. അതെ, അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷെ റിട്ടേൺ ആയിട്ട് ഞാൻ റിപ്പോർട്ട് ചോദിച്ചു എന്താണ് ഇഷ്യൂ, ആക്ച്വലി ഇഷ്യൂ എന്താണ് അത് ഞാൻ ചോദിച്ചു. നന്ദുഷ ചേരുന്നു ഉയരങ്ങളുമായി. നന്ദുഷ, ഇത് എപ്പോഴായിരുന്നു? എന്താണ് സംഭവം? എന്തിനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്? എംഎൽഎയുടെ ഭീഷണി എന്തിനായിരുന്നു? ധന്യ, 2 ദിവസം മുമ്പാണ് കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന വൈദ്യുത വേലിയിൽ നിന്നും അമിത വൈദ്യുത പ്രവാഹമേറ്റ് ചരിഞ്ഞ ഒരു സംഭവം ഉണ്ടായത്. ഒരു പൈനാപ്പിൾ തോട്ടത്തിന്റെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന സോളാർ വേലിയിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു വൈദ്യുത പ്രവാഹമേറ്റ് കാട്ടാന ചരിയുന്നത്. ഇത് അനുവദനീയമായ അളവിനേക്കാൾ കൂടുതൽ വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ആന ചരിയാൻ കാരണമായതെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത്. ഇതിനെ തുടർന്ന് പൈനാപ്പിൾ തോട്ടത്തിലെ തൊഴിലാളികളെയും തോട്ടമുടമയും അവിടെ ഈ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ജോലി ചെയ്തിരുന്ന ആളുകളെയും ഒക്കെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാനായും മൊഴിയെടുക്കാനുമായും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി വിളിച്ചു വരുത്തിയ ഒരു JCB ഡ്രൈവറെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് കോന്നി എംഎൽഎ ജനീഷ് കുമാർ എംഎൽഎ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അദ്ദേഹം എത്തുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് വളരെ ഉച്ചത്തിൽ തട്ടിക്കയറുകയും ചെയ്തു. നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ ദൃശ്യമാകുന്നുണ്ട്. അദ്ദേഹം വളരെയധികം ദേഷ്യത്തിലാണ്, വളരെയധികം രോക്ഷാകുലനായാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത്. ഈ കുളത്തുമൺ ഭാഗത്ത് കാട്ടാന ശല്യം തുടങ്ങിയിട്ട് വളരെയേറെ നാളായി. എന്നാൽ അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കാണാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. ആ കാര്യത്തിൽ വളരെയധികം പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. ആ പ്രതിഷേധം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കാട്ടാന ചരിഞ്ഞ വിഷയത്തിൻ്റെ പേരിൽ അടിസ്ഥാനരഹിതമായ പല സംശയങ്ങളുടെ പേരിലും ആളുകളെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പ്രതി ചേർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ടുമുള്ള ഒരു ആരോപണം MLA പറയുന്നത്. ഈ ഒരു നടപടിക്കെതിരെയാണ് MLA അതിശക്തമായി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി പ്രതികരിക്കുകയും ചെയ്തത്. ഈ JCB ഡ്രൈവറെ MLA ആ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥരോട് തർക്കിച്ച് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കോന്നി ആനക്കുട്ടിലിൽ ഒരു 4 വയസ്സുകാരൻ കോൺക്രീറ്റ് തൂൺ വീണ് മരിച്ച സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിലും കോന്നി MLA ജനീഷ് കുമാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ വളരെയധികം സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ അവർ ശ്രദ്ധിച്ചില്ലെന്നുള്ള രീതിയിലൊക്കെ വളരെ വലിയൊരു ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനമാണ് MLAയുടെ ഭാഗത്തു നിന്നും വനംവകുപ്പിനെതിരെ ഉണ്ടായത്. ഈ സമയം മുതൽ തന്നെ വനംവകുപ്പും MLAയും തമ്മിലുള്ള ഒരു ഭിന്നത മറനീക്കി പുറത്തു വന്നിരുന്നു. ഈ ഭിന്നത തന്നെയാണ് ഇപ്പോഴും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോന്നി കുളത്തുമണ്ണിലെ കാട്ടാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ MLA പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റേഞ്ച് ഓഫീസറോട് DFO റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു. DFOയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത്. ഏതായാലും ഈ കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാൻ MLA തയ്യാറായിട്ടില്ല. വിഷയം സംബന്ധിച്ച വ്യക്തത വന്ന ശേഷം മാത്രം ആരോപണങ്ങൾക്ക് മറുപടി പറയാമെന്നാണ് MLA ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ധന്യ. ശരി, നന്ദുഷ.